ഹായ് ഫ്രണ്ട്സ്, ടെക് ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ITR 1 ആണ് ചെയ്യുന്നത് നമ്മൾ. അതുപോലെ തന്നെ ഫോം 60ൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ഫയലിംഗ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ആദ്യം നമ്മൾ പോകേണ്ടത് ഇൻകം ടാക്സ് ഇന്ത്യ eFiling.government.in എന്ന സൈറ്റിലേക്കാണ്. ഞാൻ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ സൈറ്റിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഇൻകം ടാക്സ് ഇന്ത്യ eFiling.government.in. നമ്മളിതിൽ ഹോം പേജിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒരു ആഡ് കാണിക്കുന്നു. അതിൽ കണ്ടിന്യൂ ടു ഹോം പേജ് ചെയ്യേണ്ടതുണ്ട്. കണ്ടിന്യൂ ടു ഹോം പേജ് കഴിഞ്ഞാൽ ഉടനെ നമുക്കിവിടെ 3 ഓപ്ഷനാണ്. രജിസ്റ്റർ യുവർ സെൽഫ്, ലോഗിൻ ഹിയർ, റീസെറ്റ്. നിങ്ങൾ ആൾറെഡി രജിസ്റ്റേർഡ് യൂസർ ആണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ലോഗിൻ ഹിയറിൽ പോയിട്ട് ലോഗിൻ ചെയ്യാം. അല്ല, നിങ്ങൾ രജിസ്റ്റർ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ യുവർ സെൽഫിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ലിങ്കിൽ ഇവിടെ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്കിപ്പോൾ ലോഗിനിൽ പോയി ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ യൂസർ നെയിമാണ്. യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡ് നമ്പറാണ്. സോ ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ അപ്പോൾ ഞാൻ എൻ്റെ പാൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അവിടെ എൻട്രി ചെയ്യേണ്ടതുണ്ട്. പാൻ കാർഡ് നമ്പർ കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡാണ്. പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാസ്വേഡ് മറന്നു പോയവർ അല്ലെങ്കിൽ അതിനെ എങ്ങനെ റിട്രൈവ് ചെയ്യാൻ അറിയാത്തവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ പാസ്വേഡ് റിട്രൈവ് ചെയ്യാൻ വേണ്ടി ഫോർഗോട്ട് പാസ്വേഡിൽ പോയിട്ട് നമുക്കിവിടെ പാസ്വേഡ് റിട്രൈവ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും എൻ്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പാസ്വേഡ് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ പാസ്വേഡ് എൻട്രി ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് എൻട്രി ചെയ്യണം. അഥവാ കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ സഹായത്തോടെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗോട്ട് പാസ്വേഡിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ ലിങ്ക്, ഫയലിംഗ് ലിങ്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്കിവിടെ റിട്രൈവ് ചെയ്യെടുക്കാം. ഇതൊന്നും സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അതിൽ കൂടി വേണമെങ്കിൽ റിട്രൈവ് ചെയ്യാവുന്നതാണ്. അതിലൊരു OTP വരും. അപ്പോൾ ആ OTPയുടെ സഹായത്തോടെ നിങ്ങൾക്കിതിനെ റിട്രൈവ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഞാൻ എൻ്റെ ക്യാപ്ച കോഡ് ഇവിടെ കോപ്പി ചെയ്ത് ഇനി ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. സോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ഒരു ഹോം പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഓപ്ഷനാണ്: ഡാഷ്ബോർഡ്, മൈ അക്കൗണ്ട്, ഫയൽ. സോ ഇത് 3ലാണ് നമ്മുടെ മാക്സിമം നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഫയലിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഡാഷ്ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ചെയ്ത് കൂടുതൽ സൗകര്യത്തിന് വേണ്ടി ഫയലും ചെയ്ത് കാണിക്കാം. ഫയലിൽ ഇൻകം ടാക്സ് റിട്ടേൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ഞാൻ ആൾറെഡി ഒന്ന് ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങോട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ക്ലിക്ക് ഹിയർ ഇവിടെ പോവുകയാണ്. സോ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അസസ്മെൻറ്റ് ഇയർ ആണ്. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2020-21 ആണ്. അതായത് ITR ഫോമാണ്. നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടി ITR ഫോം 1 ആണ് നിറയ്ക്കുന്നത്. ITR ഫയലിംഗ് ടൈപ്പ് ഏതാണ് നമ്മളിവിടെ എൻട്രി ചെയ്യണം. എല്ലാവരും ഒറിജിനലായിട്ട് റിവേഴ്സ് റിട്ടേൺ ആയിരിക്കും ചെയ്യുന്നത്. ചിലവർ ഏതാണെങ്കിലും ഇവിടെ ഒറ്റ ഓപ്ഷനാണ് ഒറിജിനൽ ആൻഡ് റിവേഴ്സ് റിട്ടേൺ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സബ്മിഷൻ മോഡാണ് നെക്സ്റ്റ്. സബ്മിഷൻ മോഡ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഓൺലൈനാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഓൺലൈൻ ക്ലിക്ക് ചെയ്യുന്നു. ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ പ്രീവിയസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റീഫണ്ട് ക്രെഡിറ്റ് ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ റീഫണ്ട് വരാൻ ആഗ്രഹിക്കുന്നത് ആ അക്കൗണ്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതിലേക്ക് ഞാൻ പ്രിഫർ ചെയ്യുകയാണ് ഈ അക്കൗണ്ടിലേക്ക് എൻ്റെ റീഫണ്ട് വരാൻ വേണ്ടി. സോ ഇവിടെ കണ്ടിന്യൂ ആണ് ചെയ്യേണ്ടത്. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഒരു പെരിഫിൽ കണ്ടസ്റ്റ് വരുന്നുണ്ട്, ഓൺലൈൻ ഓഫ്ലൈൻ. അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഫില്ലിങ്ങിൻ്റെ ഡയറക്റ്റ് ഹോം പേജിലേക്ക് ഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഇവിടെ എൻ്റെ ITR 1 അസസ്മെൻറ്റ് ഇയർ 2020-21 ITR 1 ഫോം വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷനാണ്. ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മളൊന്ന് വായിച്ച് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇതിൽ ഒരു ടൈമർ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടൈമർ വർക്കായി കഴിഞ്ഞാൽ ടൈം ലിമിറ്റ് ഔട്ടായി കഴിഞ്ഞാൽ ഇതിന് ഓട്ടോമാറ്റിക് ലോഗൗട്ട് ആവും. ഇതിനെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഗൗട്ട് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോകാനും ഫ്രണ്ടിലോട്ട് പോകാനും ഇവിടെ കാണുന്ന ഈ ഗ്രീൻ ഐക്കൺസ്, ഈ 2 ഗ്രീൻ ഐക്കണിൻ്റെ ഹെൽപ്പോടെ മാത്രമേ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താലും പോകാൻ പറ്റുന്നതാണ്. ഇതിലാണ് ഇതിൽ ഇമ്പോർട്ടൻസ്. പിന്നെ കലണ്ടർ ഡേറ്റ് ഇങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, നിങ്ങൾ വായിച്ച് നോക്കണം. സോ ഇവിടെ ഞാൻ സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. സേവ് ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേജിൽ ടൈമർ വീണ്ടും എഗെയിൻ റീസ്റ്റാർട്ട് ആവുകയാണ്. സോ പാർട്ട് 1 ജനറൽ ഇൻഫർമേഷനിലേക്ക് പോവുകയാണ്. ആദ്യം പാർട്ട് 1 ജനറൽ ഇൻഫർമേഷനിലെല്ലാം നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ പാൻ കാർഡ് നമ്പർ, നെയിം, അഡ്രസ്സ്, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ. ഇതിലെന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച്മെൻറ്റ് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ പേജിൽ ചെയ്യേണ്ട കാര്യം. ഫസ്റ്റാണ് ഇതിൽ
നേരത്തെ ഗവൺമെൻറ് എംപ്ലോയീസിന് സിംഗിളായി ഗവൺമെൻറ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഞാനിവിടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ളതാണ് എൻ്റെ ഓപ്ഷൻ വരുന്നത്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തു. ഫീൽഡ് ആസിനെ അതുപോലെ തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഏതാണ്, ഫയൽ ടാസ്. ഞാനിവിടെ ചെയ്യുന്നത് 139/1 ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് 139/1 ആണ് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ആൾറെഡി ഒരിക്കൽ ചെയ്തു അത് റിവൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ 139/5 റിവൈസ്ഡ് ആണ് ചെയ്യേണ്ടത്. അല്ലവ നിങ്ങൾ ലേറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ 139/4 ബിലേറ്റഡ് അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 119/2 ബ്രാവോ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കണ്ടീഷൻ ഓഫ് ഡിലേ. ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഡിലേ ഡേറ്റും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലാണ് ഈ ഓപ്ഷൻ ചെയ്യേണ്ടത്. സോ ഞാനിപ്പോൾ ഓൺ ഓർ ബിഫോർ ഡേറ്റിൽ ചെയ്യുന്നുണ്ട് 139/2 ആണ് ചെയ്യുന്നത്. ഇതിന് താഴെ ഈ വർഷം പുതിയതായി ഒരു ആഡിങ് വന്നിരിക്കുന്ന ഒരു ഏരിയ ആണിത്. സോ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ക്രൈറ്റീരിയ നിങ്ങളുടെ 139/1 വരുന്ന ഈ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ നിങ്ങളിവിടെ എസ് ആൻഡ് നോ കൊടുക്കണം. സോ എന്താണ് നമുക്ക് എനേബിൾ ആവണമെങ്കിൽ എസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇങ്ങനെ എസ് കൊടുത്തു. ഒരു വായിച്ച് നോക്കാം നമുക്കിവിടെ. ഹാവ് യു ഡെപ്പോസിറ്റ് എമൗണ്ട് എ ഗ്രേറ്റ് ഓർ എമൗണ്ട് എക്സീഡിങ് 1 CR. സോ ഈ 1 കോടിയിൽ ഒരു കൂടുതൽ എമൗണ്ട് ഞാൻ ഈ കഴിഞ്ഞ അസസ്മെൻറ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. സോ നോ കൊടുക്കുകയാണ്. നെക്സ്റ്റ്, ഫോറിൻ വിസിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു 2 lakhന് എബോവ് നിങ്ങൾ പൈസ എക്സ്പെൻഡിച്ചർ ചെയ്തോ ഇല്ലയോ എന്നാണ്. ഞാൻ ചെയ്തിട്ടില്ല. സോ നോ കൊടുക്കുകയാണ്. അതിന് താഴെ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷത്തിലധികം നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞ ഫിനാൻഷ്യലിൽ ഞാൻ ചെയ്തിട്ടില്ല. സോ നോ കൊടുക്കണം. എൻ്റെ എല്ലാം നോ ആണ്. സോ ഞാനിവിടെ ഡയറക്റ്റ് പോയി നോ തന്നെ കൊടുത്തു. സോ ഇതിൻ്റെ താഴേക്ക് പോകാം. ഇവിടെ ഈ റെസിപ്റ്റ് നമ്പർ, ഈ ഡേറ്റ് ഓഫ് ഫയലിംഗ്, ഒറിജിനൽ റിട്ടേൺ എന്ന് പറയുന്നത് റിവൈസ് ചെയ്യുന്നവർക്ക്. ഇവിടെ 139/1 പകരം റിവൈസ്ഡ് റിട്ടേൺ നിറച്ചവർക്ക് വേണ്ടിയാണ് ഈ ഡേറ്റ് 2. അതും റിവൈസ്ഡ് നിറയ്ക്കുന്നവർ ഉറപ്പായിട്ടും ഇത് ചെക്ക് ചെയ്യണം, റെസിപ്റ്റ് നമ്പറും ഡേറ്റ് ഓഫ് ഫയലിംഗ്. ഞാനിവിടെ ഒറിജിനൽ നിറയ്ക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. സോ സേവ് ഡ്രാഫ്റ്റിൽ പോകണം. ഇവിടെ നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിലാണ് കമ്പ്യൂട്ടേഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി സാലറി ആസ് പെർ സെക്ഷൻ 17(1). ഇത് എല്ലാവരും കൺഫ്യൂഷൻ ആകുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഫോം 60 കമ്പയർ ചെയ്ത് നോക്കണം. ഈ സാലറി ആസ് പെർ സെക്ഷൻ 17(α) പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇത് ഗ്രോസ് സാലറി ആണോ എഴുതേണ്ടത് അതോ ബാലൻസ് 1 - 2 ആണോ എഴുതേണ്ടതെന്ന്. ആക്ച്വലി നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ ഫോം 60 മാച്ച് ചെയ്ത് കാണിക്കാം. മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ഈ ടോപ്പിൽ ഞാൻ ഈ ബ്ലൂ സ്ക്വയറിൽ കാണിച്ചിരിക്കുന്നത് അതായത് ഗ്രോസ് സാലറി, അതാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. എൻ്റെ ഗ്രോസ് സാലറി എമൗണ്ടാണ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. അവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. 718408. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനിവിടെ ആൾറെഡി ഒരു 0 ഉണ്ട്. അത് നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. എന്നാൽ അല്ലെങ്കിൽ ഇത് 7 lakhന് പകരം 70 lakh ആയി പോവും. സോ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ഇത് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വാല്യൂ ഇതിൽ ഞാനൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഇതിൽ നെക്സ്റ്റ് ഈ വട്ടം ഒരു പുതിയതായി വന്നേക്കുന്ന ഒരു ചേഞ്ച്മെൻ്റാണ് ലെസ് അലവൻസ്. ഇവിടെ അലവൻസുകളെ 10ൽ വരുന്ന അലവൻസുകളെ കുറച്ച് ഓട്ടോമാറ്റിക് അവർ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. 10(5) ലീവ് കം കൺസെഷൻ അസിസ്റ്റൻസ്, ലീവ് ട്രാവൽ കൺസെഷൻ അസിസ്റ്റൻസ് 10/5 10/6. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക. എൻ്റെ വരുന്നുണ്ടത് അലവൻസ് ടു മീറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺ ഹൗസ് റെൻറ്റ്. എനിക്ക് HRA അലവൻസ് കിട്ടുന്നുണ്ട്. സോ ഞാൻ എൻ്റെ HRA ഇവിടെ ഇയർലി HRA മന്ത്ലി എത്രയാണെന്ന് വെച്ചാൽ അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സമ്മാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. സോ എൻ്റെ ഇയർലി HRA ഞാനിവിടെ എൻട്രി ചെയ്യുകയാണ്. സോ അതുപോലെ നിങ്ങളുടെ ഇയർലി HRA ഇവിടെ ഷോ ചെയ്യാം. ഇവിടെ ഷോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൗസ് റെൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഹൗസ് റെൻറ്റ് കൊടുത്തെടുത്ത് ഷോ ചെയ്യാം. അതിനൊരു എക്സീഡിങ് ലിമിറ്റ് ഉണ്ട്. സോ ആ ലിമിറ്റ് ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് HRA ഇപ്പോൾ 50,000 60,000 കൂടുതൽ വരുന്നവരാണ് എങ്കിൽ ഇവിടെ അലവൻസിൽ എൻട്രി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ല, അതിൽ കൂടുതൽ നിങ്ങൾ ഡിഡക്ഷൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ പോയിട്ട് ഹൗസ് റെൻറ്റിൽ ഷോ ചെയ്യണം. അതിൽ കുറവാണ് ഡിഡക്ഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഹൗസ് റെൻറ്റിൽ ഷോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. HRA നിങ്ങൾക്ക് 60,000 കൂടുതൽ കിട്ടുന്നു എങ്കിൽ ഇവിടെ തന്നെ ഷോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. സോ ഞാൻ എൻ്റെ HRA ഇവിടെ ചെയ്തു. ഇത് ഇവിടെ നിന്ന് ഡിഡക്റ്റ് ആയതായിട്ട് കാണിക്കുന്നു. സോ നെക്സ്റ്റ് ഞാൻ താഴേക്ക് പോകാം. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങൾ ഫോം 16 ക്രോസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 50,000 തന്നെ ആയിരിക്കും. ഇവിടെ ചെക്ക് ചെയ്യാൻ അറിയാം. ഡിഡക്ഷൻ VS, ഈ ഡിഡക്ഷൻ എമൗണ്ട് നിങ്ങൾ ക്രോസ് മാച്ച് ചെയ്ത് ചിലപ്പോൾ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 തന്നെ ആയിരിക്കും. ഇത് കറക്റ്റ് ആയിരിക്കും എല്ലാവർക്കും. സോ എൻ്റെ ഇൻകം ചാർജബിൾ ആണ്. അപ്പോൾ ഈ 6,39,000
608. സോ ഇനി താഴേക്ക് പോകാം. ഇവിടെ ഹൗസ് പ്രോപ്പർട്ടിയാണ് B2 പാർട്ടിൽ. സോ ഹൗസ് പ്രോപ്പർട്ടി അഥവാ നിങ്ങൾക്ക് വീട് സ്വന്തമായിട്ടുള്ളവരാണ്, സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, സ്വന്തമായി താമസിക്കുന്നു, വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, ഡീംഡ് ടു ലെറ്റ് ഔട്ട് ആഗ്രഹിക്കുന്നവരാണ്. സോ ഇതിലൊന്നും ഞാൻ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. സോമേ സെലക്ട് തന്നെ ഞാൻ വിട്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിവിടെ ആൾറെഡി HRA വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സെലക്ട് തന്നെ അങ്ങനെ വിട്ടിരിക്കുന്നത്. സോ അപ്പോൾ ഈ പാർട്ട് 3 പോകാം നമുക്ക്. ഇവിടെ ATCC ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ നമ്മളുടെ പെൻഷൻ ഫണ്ട്, AP ഫണ്ട്, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. സോ ഞാനെൻ്റെ AP ഫണ്ട് ഇവിടെ എൻട്രി ചെയ്യുകയാണ്. നിങ്ങളുടെ ഫണ്ട് എത്രയാണ് അല്ലെന്നുണ്ടോ ഇതെല്ലാം കൂടെ വരുന്ന ഒരു സം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ 1.5 ലക്ഷമാണ് മാക്സിമം എക്സീഡിങ് ലിമിറ്റ്. സോ 1.5 ലക്ഷത്തിന് മാത്രമേ എടുക്കാറുള്ളൂ, അതിന് മുകളിലേക്ക് എത്ര പോയാലും അത് ഓട്ടോമാറ്റിക് എടുക്കുന്നതല്ല. സോ ഞാൻ എൻ്റെ കൊടുത്തു ഇവിടെ. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിനി നിങ്ങൾക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, ഇത് DSC പോലെയുള്ള ആൾറെഡി ഒരു സെൻട്രൽ ഗവൺമെൻറ് സർവീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പെൻഷൻ സർവീസ് ചെയ്തിട്ട് വീണ്ടും സർവീസ് ചെയ്യുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ വേറൊരു ഫിനാൻഷ്യൽ ഇൻകം ഉള്ളവർ ഇവിടെ പെൻഷൻ ഫണ്ടിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് പെൻഷൻ ഫണ്ട് കാണിക്കാൻ പറ്റും. അതേപോലെ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഫണ്ട് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഷോ ചെയ്യാൻ പറ്റും. കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ATCCD/1 ബ്രാവോ അതിലും ചെയ്യാൻ പറ്റും. കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ബൈ എംപ്ലോയറിനാണ് ഇവിടെ ചെയ്യാനുള്ള നിങ്ങളുടെ ഫെസിലിറ്റി ഉള്ളത്. സോ ഇതൊന്നും എൻ്റെ കേസിൽ വരുന്നില്ല. സോ ഞാൻ താഴേക്ക് പോവുകയാണ്. അതുപോലെ ATDD മെയിൻ്റെനൻസ് ഇൻക്ലൂഡിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ് ഹൂ ഇസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റ് അവർക്കൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചർ നിങ്ങൾക്കിവിടെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡൻറ്റ് വിത്ത് ഡിസബിലിറ്റി, ഡിപ്പെൻഡൻറ്റ് വിത്ത് സെർവർ ഡിസബിലിറ്റി. അപ്പം അത് 2 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഏതിലാണെന്നെങ്കിൽ ചെയ്യാൻ പറ്റും. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെസിഫിക് ഡിസീസ്, ഇതിൽ സീനിയർ സിറ്റിസൺ എന്നൊരു ഓപ്ഷൻ സ്പെഷ്യലായി കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണോ, നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണോ, ആരാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്കിവിടെ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് എഡ്യൂക്കേഷൻ ലോണുകളൊന്നുമില്ല, സോ അതും ഞാൻ വിടുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 15 ലക്ഷത്തിൻ്റെ ലോണുണ്ട്, 8.5 ഇൻട്രസ്റ്റിലാണ്. സോ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ആനുവൽ ഇൻട്രസ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അഥവാ ഹൗസ് ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ആനുവൽ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആനുവൽ റീഫണ്ടിങ് എമൗണ്ട് അല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ആനുവൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഇൻട്രസ്റ്റിനെയാണ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ എൻ്റെ ആനുവൽ ഇൻട്രസ്റ്റ് ഇവിടെ ആൾറെഡി വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനത് ഇവിടെ എൻട്രി ചെയ്യുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ആനുവൽ ഇൻട്രസ്റ്റിന് ഇവിടെ എത്രയാണെന്ന് വെച്ചാൽ ഇത് മാക്സിമം എക്സീഡ് 50,000 ഇതിൻ്റെ ലിമിറ്റ്. നിങ്ങൾ എത്രയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇവിടെ പ്രശ്നമല്ല, 50,000 അവർ എടുക്കാറുള്ളൂ. സോ അതും കഴിഞ്ഞു, ഞാൻ താഴേക്ക് പോവുകയാണ്. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇതിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കി. ഞാൻ റെൻറ്റ് പെയ്ഡ്, നിങ്ങൾ വീടിൻ്റെ ഹൗസ് റെൻറ്റ് ഞാൻ പറഞ്ഞു ആൾറെഡി ഞാൻ HRA വാങ്ങുന്നു. സോ അപ്പോൾ റെൻറ്റ് പെയ്ഡ് ഇവിടെ ഏതിൽ ഓർമ്മ എനേബിൾ ആവത്തുള്ളൂ. റെൻറ്റ് പെയ്ഡിന് കുറച്ച് ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിനുള്ളിലേ നിങ്ങൾക്ക് കിട്ടൂ. പക്ഷേ HRA നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് അത്ര എമൗണ്ട് തന്നെ HRA നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കേസ് അതൊന്നും എനിക്കില്ല, ആപ്ലിക്കബിൾ അല്ല. സോ ഞാൻ നെക്സ്റ്റ് താഴേക്ക് പോവുകയാണ്. ഇവിടെ ടാക്സ് പേയബിൾ ഓൺ ടോട്ടൽ ഇൻകം എൻ്റെയാണ് 9,481 ആണ്. റിബേറ്റ് 9,481 വരുന്നുണ്ട്. 5 ലാഖിന് അണ്ടറിൽ വരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ റിബേറ്റ് കിട്ടുന്നത്. സോ ഇതെല്ലാം ഓക്കെ പറഞ്ഞ് ഞാൻ സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. സോ ഇനി ഫ്രണ്ടിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് പേജ് ടാക്സ് ഡീറ്റെയിൽ ആണ്. ടാക്സ് ഡീറ്റെയിൽ പോയിട്ട് എനിക്ക് സാലറി വന്നതാണ്. സോ ഞാൻ എൻ്റെ ടാക്സ് ഡീറ്റെയിൽ ഇവിടെ ഓക്കെ കൊടുത്തു, ഫ്രണ്ടിലേക്ക് പോവുകയാണ്. സോ നിങ്ങൾക്ക് ആൾറെഡി വേറെ ഇൻകം ഫ്രം സാലറി അല്ല അതർ ദാൻ സാലറിയിൽ എന്തെങ്കിലും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് FD ഉണ്ട് എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണിക്കുന്നതാണ്, ഷോ ചെയ്യുന്നതാണ്. ഇവിടെ ഷോ ചെയ്തില്ലെങ്കിൽ തന്നെ ഫോം 16 അല്ലാതെ നിങ്ങൾക്ക് ക്രോസ് മാച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഫോം 26 ആൽഫ എന്ന് പറയുന്നത്. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് FD ഉണ്ട്, FDയിൽ നിന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കട്ടായെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ഇത് ഫെച്ച് ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടാക്സ് ഡിഡക്ഷൻ ചെയ്ത ഫോം 26 മാച്ച് ചെയ്തിട്ട് ആരാണ് ചെയ്തത്, നെയിം ഓഫ് ദി ഡിഡക്ടറിൻ്റെ പേര് കൊടുക്കാം, എത്ര എമൗണ്ട് ആയിട്ടുണ്ട് നിങ്ങളുടെ, ഇതെല്ലാം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനുവേണ്ടി ഫോം 26 നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ആൾറെഡി ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ എൻ്റെ അതർ ദാൻ സാലറി ഇൻകം ഇല്ല. സോ ഞാൻ ഇവിടെ സേവ് ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ടാക്സ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷനിലേക്ക്.
ഇവിടെ എൻ്റെ വെരിഫിക്കേഷനാണ്. ടോട്ടൽ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് നില്ലാണ് ഞാൻ. ടോട്ടൽ സെൽഫ് അസസ്മെൻ്റ് ഇയർ ടാക്സ് പെയ്ഡ് നില്ലാണ്. ടോട്ടൽ TDS ക്ലെയിംഡ് എൻ്റെ 19,118 രൂപ ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ TDS ക്ലെയിംഡ് 0, ടോട്ടൽ ടാക്സ് പെയ്ഡ് ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ എമൗണ്ട് പേയബിൾ നില്ലാണ് എൻ്റെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം ഡിഡക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ നിൽ എമൗണ്ടാണ് ഇപ്പോൾ പേയബിൾ. സോ റീഫണ്ടാണ്, എൻ്റെ ഫുൾ എമൗണ്ട് റീഫണ്ട് ആവുന്നുണ്ട്. സോ നിങ്ങൾ ഈ പേജാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എമൗണ്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ടാക്സ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷനിൽ പോയിട്ട് എമൗണ്ട് പേയബിൾ ആണോ അതോ ഈ എമൗണ്ട് റീഫണ്ടബിൾ ആണോ എന്ന് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ റീഫണ്ടബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടുന്നുള്ളൂ. എമൗണ്ട് പേയബിളിലാണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ എമൗണ്ട് നിങ്ങളുടെ പേയബിൾ തന്നെ ആയിരിക്കും. സോ എൻ്റെ റീഫണ്ടബിളാണ്. സോ ഞാൻ താഴേക്ക് പോവുകയാണ്. ഇവിടെ അതർ ഇൻഫർമേഷൻ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് ഞാൻ ഈ റീഫണ്ട് എമൗണ്ട് വരാൻ ആഗ്രഹിക്കുന്നത്. ആ ബാങ്ക് അക്കൗണ്ട് ഫസ്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്തു. ഇവിടെ വീണ്ടും സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊന്നും അല്ല, നിങ്ങൾ വേറൊരു അക്കൗണ്ടിൽ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ ആഡ് സെലക്ട് ചെയ്ത് IFSC കോഡ്, ബാങ്കിൻ്റെ പേര്, അതുപോലെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് അതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റീഫണ്ട് എമൗണ്ട് വരുത്താം. സോ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിറയ്ക്കുകയാണ്. സെൽഫ് ഞാൻ തന്നെ ചെയ്യുന്നു. സോ ഞാൻ എൻ്റെ പ്ലേസ് നിറയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വെരിഫിക്കേഷൻ മോഡ്, നിങ്ങൾ ഏത് ഓപ്ഷനിലാണ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ആധാർ OTP യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ ഫസ്റ്റായി ഉള്ളൂ ടു വെരിഫൈ ആധാർ ഡീറ്റെയിൽസ്. സോ ഇത് കഴിഞ്ഞിട്ട് സേവ് ഡ്രാഫ്റ്റ് കൊടുക്കാം. ഇതിലേതിലും ഒരു വെരിഫിക്കേഷൻ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അഥവാ ഈ വെരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ 120 ദിവസത്തിന് ശേഷം 120 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു കോപ്പി പ്രിൻറ്റ് ചെയ്ത് CPPക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതല്ല, ഞാനിപ്പോൾ ഈ വെരിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഈ വെരിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തത്. സോ ഞാനിവിടെ സേവ് ഡ്രാഫ്റ്റ് കൊടുത്ത് ഫ്രണ്ടിലേക്ക് പോകാം. ഇവിടെ ഷെഡ്യൂൾ DIയിൽ എനിക്ക് ആപ്ലിക്കബിളായിട്ടൊന്നുമില്ല. നോർമൽ നിങ്ങൾ പെൻഷൻ സ്കീമിൽ ഒന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾക്കും ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. സോ ഇതിലൊന്നും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. സേവ് ഡ്രാഫ്റ്റ് കൊടുത്ത് ഫ്രണ്ടിലേക്ക് പോയി ഷെഡ്യൂൾ DD 18Dയിലേക്ക് പോവുകയാണ്. 18Dയിൽ വെദർ യു ആർ എനി ഓഫ് യുവർ ഫാമിലി മെമ്പർ എക്സ്ക്ലൂഡിങ് പേരൻസ് ഈസ് എ സീനിയർ സിറ്റിസൺ. നിങ്ങൾ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്തെല്ലാം വരില്ലോ, നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് സീനിയർ സിറ്റിസൺ ആണോ? അല്ല, എക്സ്ക്ലൂഡിങ് യുവർ പേരൻ്റ് ആണ്. ഇൻക്ലൂഡിങ് യുവർ പേരൻറ്റിന് വേണ്ടി ഇവിടെ ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതും നോ പറയുകയാണ്. എൻ്റെ പേരൻസും സീനിയർ സിറ്റിസണിൽ വരുന്നില്ല. അഥവാ സീനിയർ സിറ്റിസണിൽ വന്നാൽ തന്നെ നിങ്ങൾ നോട്ട് ക്ലെയിമിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ ഇവിടെ നോ കൊടുക്കാം. ആഗ്രഹിക്കുന്നെങ്കിൽ യെസ് കൊടുക്കാം. ഇത് യെസ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ചെക്കപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചറിലേക്കുള്ള ഡിഡക്ഷൻ കിട്ടും. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അതിനുവേണ്ടിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ട് നോ ആയിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോവുകയാണ് സേവ് ഡ്രാഫ്റ്റ് പറഞ്ഞ്. സോ നെക്സ്റ്റ് ആണ് ഷെഡ്യൂൾ DG. ഇതിൽ നോക്കാം. ഇതിൽ നിങ്ങൾ ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടി ഇതിൽ ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. ഡൊണേഷൻ തന്നെ 3 ടൈപ്പിലുണ്ട്. അത് ഞാൻ പറയാം നിങ്ങളോട്. 100% ഡിഡക്ഷൻ, 50% ഡിഡക്ഷൻ, അതുപോലെ തന്നെ 100% ഡിഡക്ഷൻ സബ്ജക്റ്റ് ക്വാളിഫയിങ് ലിമിറ്റിലാണെങ്കിൽ. ഇത് 3 എൻ്റെ ആപ്ലിക്കബിൾ അല്ല. സോ അതും ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് 80GG, ഇതും ഡിഡക്ഷൻ. ഞാൻ സയൻസ് ആൻഡ് റിസർച്ചിന് വേണ്ടി ഒന്നും ഡൊണേഷൻ ചെയ്തിട്ടില്ല. സോ ഇതും എനിക്ക് ആപ്ലിക്കബിൾ അല്ല. സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് Aയിലേക്ക് ഒന്നുകൂടെ പോകാം. ഇതിൽ ഞാൻ മിസ് ചെയ്തതായിട്ട് തോന്നുന്നൊരു പാർട്ടുണ്ട്. കമ്പ്യൂട്ടേഷൻ എഡിങ്ങിൻ്റെ പാർട്ട് Aയിൽ അല്ല, പാർട്ട് Bയിൽ. ഇതിൽ ഞാൻ പറയാതെ വിട്ടുപോയൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് ഈ ലെസ് അലവൻസ് ആൻഡ് എക്സെപ്റ്റ്, ഇതിൽ ഈ അലവൻസുകളുടെ പേരിലൊന്നും നിങ്ങൾക്ക് അലവൻസ് വന്നിട്ടില്ല. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അലവൻസ് കിട്ടിയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡിൽ ക്ലിക്ക് ചെയ്യാം. ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് എനി അതർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് അലവൻസാണ് കിട്ടിയത് അത് നിങ്ങൾക്കിവിടെ ഷോ ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ എമൗണ്ട് നിങ്ങൾ എൻട്രി ചെയ്യാവുന്നതാണ്. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് അരിയറാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, അരിയർ കിട്ടിയതാണെങ്കിൽ നിങ്ങൾ അരിയറിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 10E ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. 10E ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, അതുപോലെ തന്നെ ഈ 10E ഫില്ല് ചെയ്ത് എവിടെയാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. റീഫിൽ ആസ് 18 പ്ലീസ് എൻഷുർ ടു സബ്മിറ്റ് ദ ഫോം 10E ക്ലെയിം ദിസ് റിലീഫ്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ 10E ആദ്യം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. 10E ഫില്ല് ചെയ്തിട്ട് അത് സബ്മിറ്റ് പറഞ്ഞിട്ട് വേണം ഇവിടെ വന്നിട്ട് ആ എമൗണ്ടിന് കോപ്പി ചെയ്യേണ്ടത്. സോ അത് 10E ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അരിയർ കിട്ടിയവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. സോ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനെ ബാക്കിയെല്ലാം എൻ്റെ ഒന്നുകൂടെ പെയ്ഡ് ആൻഡ് ടാക്സ് ഡീറ്റെയിലിൽ പോയിട്ട് റീഫണ്ടാണ്, ഓക്കെ കൺഫേം ആണ്. സോ നമുക്ക് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് പറയാം. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ചെയ്തതിൽ ഞാൻ നോ പറഞ്ഞില്ല, സോറി നോ. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക് നിങ്ങളോട് പറയുന്നതായിരിക്കും. ബാക്കിയെല്ലാം എൻ്റെ ഓക്കെയാണ്. സോ ഞാനിവിടെ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് പറഞ്ഞു. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ഡ്രാഫ്റ്റ് ഇവിടെ ഉണ്ടായി വന്നിരിക്കുകയാണ്. ഈ ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ആവശ്യത്തിന് വേണ്ടി ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് പ്രിവ്യൂ ഓഫ് PDF.
സേവ് ചെയ്ത് വയ്ക്കാൻ. നിങ്ങൾക്ക് പിന്നീട് ആവശ്യത്തിൽ നിങ്ങൾ എന്താണ് നിറച്ചത്, എന്താണ് നിങ്ങൾക്ക് ഇതിൽ എന്ന് പിന്നീട് ഒരാവശ്യത്തിന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ എന്തൊക്കെ ഡിഡക്ഷൻ എടുത്തിട്ടുണ്ട് അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഡിഡക്ഷൻസും ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയത്, ഡിഡക്ഷൻസ് വാങ്ങിയിട്ടുള്ള അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഇൻകം ചാർജബിൾ ബ്രാവോ മൈനസ് ചാർലി വൺ കാണിക്കുന്നുണ്ട് ഇവിടെ. സോ ടാക്സ് റിബേറ്റ് തന്നെ കാണിക്കുന്നു. ഇതിന് താഴേക്ക് കുറച്ചുകൂടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾ പക്ക ചെക്ക് ചെയ്യേണ്ടതാണ് റീഫണ്ട് എമൗണ്ട്. സോ റീഫണ്ട് എമൗണ്ട് ഇവിടെ കാണിക്കുന്നത് എൻ്റെ കറക്റ്റാണ്. സോ ഈ ബാങ്കിലാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. വെരിഫിക്കേഷനാണ്, ഇതെല്ലാം ഓക്കെയാണ്. സോ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നേരെ സബ്മിറ്റ് പറയാവുന്നതാണ്. ഇവിടെ മുകളിൽ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിലൊരു ഓപ്ഷൻ കാണിക്കും വെരിഫൈ ചെയ്യാൻ, ഏത് മോഡിലാണ് നിങ്ങൾ വെരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. സോ ഞാൻ ആധാർ OTP കൊടുത്തു. നിങ്ങൾക്ക് ആധാർ OTP അന്നേരം കൊടുക്കണമെങ്കിൽ കൊടുത്ത് നിങ്ങൾക്കൊരു OTP വരും. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് സബ്മിറ്റ് പറഞ്ഞാൽ തന്നെ സബ്മിറ്റായി, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യണം എന്തായാലും. അപ്പോൾ വെരിഫൈ ചെയ്ത് നിങ്ങൾക്കിത് നിങ്ങളുടെ ഈ ഫയലിംഗ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. എപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. താങ്ക് യു. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുവാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത് തന്നെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.